പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അനാവശ്യ ചോദ്യങ്ങളും സമയം അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്ന പക്ഷം സംഘാടകർ മൈക്ക് ഓഫ് ചെയ്യുന്നതാണ്, മറ്റു ചോദ്യകർത്താക്കൾക്ക് മൈക്ക് കൈമാറുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒരേ ആളുകൾ തന്നെ ചോദിച്ച് മറ്റുള്ളവരുടെ അവസരം നിഷേധിക്കരുത് എന്നും, ഒരു വിഷയത്തിലെ സംശയങ്ങൾ തീരുവോളം ഒരാൾക്ക് ചോദിക്കാം, മറ്റുള്ളവർക്ക് വീണ്ടും അവസരങ്ങളുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ വീണ്ടും അവർക്ക് തന്നെ ചോദിക്കാൻ സമയം അനുവദിക്കുന്നതാണ്. ചോദ്യകർത്താക്കളെ ചോദ്യത്തിനായി ക്ഷണിക്കുന്നു. ഇവിടെ നിങ്ങൾ ഉദ്ധരിച്ച് ഇവിടെ മനസ്സിലാക്കിയ ബിദ്അത്ത്, വഹാബി പ്രസ്ഥാനം എന്താണ് ഈ ബിദ്അത്ത് കൊണ്ട് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്, അവർ ഉദ്ധരിക്കുന്ന ബിദ്അത്തും സുന്നികൾ മനസ്സിലാക്കിയ ബിദ്അത്തും അതൊന്നും കൂടി ചെറിയ രൂപത്തിൽ പറഞ്ഞാൽ തർക്കമില്ലായിരുന്നു. ഇനിയും പ്രസംഗിക്കാൻ കഴിയില്ല സുഹൃത്തെ. വിശ്വാസപരമായി പരമ്പരാഗതമായി മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വരുന്ന ഇജ്മാഇന് വിരുദ്ധമായ വിശ്വാസങ്ങളൊക്കെ ഉസൂലിലുള്ള ബിദ്അത്താണ്. അതൊക്കെ നിഷിദ്ധവും അനാചാരവുമാണ്. കർമ്മപരമായ വിഷയങ്ങളിൽ നബിയുടെ കാലത്തില്ലാത്ത കർമ്മങ്ങൾ, നബിയുടെ കാലത്തില്ലാത്ത ആചാരങ്ങൾ എന്നിവ ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം വിധി കൽപ്പിക്കേണ്ടതാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ വാജിബും നിർബന്ധവുമെന്ന് തെളിയുന്നതിൽപ്പെട്ടു പുതിയ ആചാരമെങ്കിൽ ആ ബിദ്അത്ത് വാജിബാകും, ഇസ്ലാമികവുമാണ്. ഹറാമിന്റെ തെളിവുകളിൽപ്പെടും പുതിയ ആചാരമെങ്കിൽ ആ ബിദ്അത്ത് ഹറാമുമാണ്, അനിസ്ലാമികവുമാണ്. നബിയുടെ കാലത്തില്ലാത്ത ഒരാചാരം ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ സുന്നത്തിൽ പെടുമെങ്കിൽ, അതായത് പുണ്യം കിട്ടുന്ന നദിബ് എന്ന പേരിലുള്ള സുന്നത്തിൽ പെടുമെങ്കിൽ ആ ബിദ്അത്ത് സുന്നത്താണ്, ഇസ്ലാമികവുമാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം പുതുതായി ഉണ്ടാക്കപ്പെടുന്ന ഒരാചാരം കറാഹത്തിന്റെ പ്രമാണങ്ങളിൽ പെടുമെങ്കിൽ അത് കറാഹത്തുമാണ്, അനിസ്ലാമികവുമാണ്. മുബാഹ എന്നതിന്റെ പ്രമാണങ്ങളിൽ പെടുന്നതാണ് ഒരു പുതിയ ആചാരമെങ്കിൽ ആ ആചാരത്തിന് മുബാഹ എന്ന് വിധി കൽപ്പിക്കപ്പെടേണ്ടതും ഇസ്ലാം അംഗീകരിക്കുന്നത് എന്ന അർത്ഥത്തിൽ അത് ഇസ്ലാമികവുമാണ്. ഇതാണ് ഇവിടുത്തെ വിഷയം. അസ്സലാമു അലൈക്കും. ഉസ്താദ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കാലത്ത് തറാവീഹ് നമസ്കരിച്ചതിനെ പറ്റി പറഞ്ഞുകൊണ്ട് പറഞ്ഞു അത് ബിദ്അത്തുൻ ഹസന എന്ന്. ആവർത്തിച്ചു എടുത്തുദ്ധരിച്ചു 20 റക്അത്ത് എന്ന്. ആ ഉദ്ധരണിയിൽ നിന്ന് 20 റക്അത്ത് എന്നതിനുള്ള ഇബാറത്തുനിന്ന് വായിക്കാമോ? ഉമർ അള്ളാഹുവിന്റെ കാലത്ത് നമസ്കരിച്ച നമസ്കാരത്തെ നോക്കിക്കൊണ്ട് ഉമർ അള്ളാഹുവിന് സന്തോഷപൂർവ്വം പറഞ്ഞു ഇത് ബിദ്അത്തുൻ ഹസനയാണ്. അത് ആവർത്തിച്ച് 2 തവണ ഉസ്താദ് പറഞ്ഞു അത് 20 റക്അത്ത് നമസ്കരിച്ചതിനെ നോക്കിയെന്ന്. 20 റക്അത്ത് എന്നുള്ളതിന്റെ ആ അറബി ഇബാറത്തൊന്ന് വായിക്കാൻ പറ്റുമോ? 20 റക്അത്താണ് തറാവീഹ് നമസ്കാരമെന്നും ഉമർ എന്നവർ നിസ്കരിച്ചത് 20 ആണെന്നും 4 മദ്ഹബിന്റെയും ഇജ്മാ ആണ്. ഞാൻ ചോദിച്ചത് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് മാത്രം നിങ്ങൾ പറയണം. അങ്ങനെ മൈക്ക് പറ്റൂ. മൈക്ക് അങ്ങനെ പിടിക്കുകയും മൈക്ക് ആവശ്യം കഴിയുമ്പോൾ കൊടുത്താൽ മതി, എൻ്റെ സംസാരം കഴിഞ്ഞിട്ട്. 20 റക്അത്താണ് ഉമർ എന്നവർ നമസ്കരിച്ചത് എന്നത് ഉമർ എന്നവരുടെ പ്രവൃത്തിയെക്കുറിച്ച് വിലയിരുത്തിയിട്ടുള്ള മുഴുവൻ മുജ്തഹിദുകളും രേഖപ്പെടുത്തിയതും 4 മദ്ഹബിന്റെ ഇമാമുകളും ഉമർ എന്നവരുടെ നമസ്കാരം 20 റക്അത്തായിരുന്നുവെന്നും, അതായത് ഉമർ എന്നവരുടെ കാലത്ത് ജമാഅത്തായി തറാവീഹ് നമസ്കരിച്ചത് 20 റക്അത്തായിരുന്നുവെന്നും അതുകൊണ്ട് തറാവീഹിൽ 20 റക്അത്തുണ്ടെന്നും 4 മദ്ഹബും ഏകോപിച്ച ഇജ്മാഅാണ്. ഇജ്മാ ആയ ഒരു കാര്യത്തിന് പ്രമാണം വേണ്ട, അത് തന്നെ പ്രമാണം. ഇജ്മാ വലിയ ഒരു പ്രമാണമാണ്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആൻ ഓതി തന്നാൽ ആ ഖുർആൻ ആയത്ത് പോലും ഖുർആനാണെന്നതിന് ഇജ്മാ വേറെ തെളിവ് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഖുർആനാണെന്ന് നിങ്ങൾക്ക് കിട്ടൂല. ഞാൻ ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിങ്ങൾക്ക് ഓതി തന്നാൽ അത് ആയത്താണ്, ഖുർആനിലെ വാക്യമാണ് എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഇജ്മാ വേണം. ഇജ്മാനെ നിരാകരിച്ചാൽ ഖുർആനിലെ ആയത്ത് ഖുർആനാണെന്ന് കിട്ടൂല. ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് വായിച്ചു തന്നാൽ ആ ഹദീസ് ഇന്ന കിതാബിലാണ് എന്ന് പറഞ്ഞാൽ ആ കിതാബ് ഇന്ന ഇമാമിൻ്റെതാകുന്നു, ഉദാഹരണം ബുഖാരി എന്ന് വിവരിച്ചാൽ
അത് ഇമാം ബുഖാരിയുടെ സ്വഹീഹാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ പോലും പ്രമാണം ഇജ്മാ ആണ്. അപ്പൊ ഇജ്മാ എന്നതാണ് ഖുർആനും സുന്നത്തും, ഖുർആനാണ് സുന്നത്താണ്, ഇന്ന കിതാബുകൾ ഇന്ന ആളുടേതാണെന്ന് പറയാൻ പോലും പ്രമാണം. അത്തരം പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഉമർ എന്നവർ നിസ്കരിച്ചത് 20 റക്അത്താണെന്നും തറാവീഹ് നമസ്കാരം 20 റക്അത്തുണ്ടെന്നുമുള്ള സംഗതി. ഞാൻ പറഞ്ഞത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുയെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്ന അമറ ഉമർ ബിൻ ഖത്താബ് അൻ തമീമുദ്ദാരി വ ഉബയ്യ് ബിൻ കഅബ് അലാ 11 റക്അ എന്ന് ഒരു റിപ്പോർട്ടിൽ സഹിയായി കണ്ടിട്ടുണ്ട്. ഇനി പിന്നെ ഉസ്താദ് ഒരു ഉദ്ധരണി ഉദ്ധരിച്ചു ആണ്, ഒരു കിതാബിൽ നിന്ന് ഉദ്ധരണി വായിച്ചുകൊണ്ടാണ് 20 റക്അത്തിനെ നോക്കി പറഞ്ഞു ആദാ ബിദഅത്തുൻ ഹസന എന്ന് ഉദ്ധരിച്ചത്. ആ ഉദ്ധരണിയിൽ നിന്ന് ആ 20 റക്അത്ത് എന്നുള്ളതിന്റെ പദമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ആ ഇബാറത്തിൽ അങ്ങനെ ഒരു കൃത്രിമം കാണിച്ചതാണ് എന്നാണ് എന്റെ വിശ്വാസം. അതിൽ 20 റക്അത്ത് എന്ന് സൂചിപ്പിച്ചിട്ടില്ല. അതേസമയം ബിദഅത്തുൻ ഹസന എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതല്ല ഇവിടെ പ്രശ്നം. ഞാൻ ആ ഉദ്ധരണിയിൽ ആ 20 റക്അത്ത് എന്നുള്ള സൂചന അതിലുണ്ടോ എന്നാണ് ചോദിച്ചത്. അതേസമയം ഈ ഉദ്ധരണി അമർ ഉമർ